പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാനരായ എല്ലാ ദൈവജനത്തിനും ക്രിസ്തയേശുവിൻ്റെ നാമത്തിലുള്ള വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽ ദൈവദിന കേൾവിക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധനായ സുവിശേഷ പ്രഭാഷകനാണ് ജോർജ് വൈറ്റ്ഫീൽഡ്. ഇംഗ്ലണ്ടിലെ സഭകൾക്കിടയിൽ മാത്രമല്ല, ബ്രിസ്റ്റണിലെ കൽക്കരി തൊഴിലാളികൾക്കിടയിലും വലിയ ആത്മീയ ചലനം സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾക്ക് സാധിച്ചു. കൽക്കരി ഖനികൾക്ക് സമീപം അദ്ദേഹം നൽകിയ സുവിശേഷ സന്ദേശങ്ങൾ കേട്ട ആയിരക്കണക്കിന് തൊഴിലാളികൾ അനുദപിച്ച് ക്രിസ്തുവിലേക്ക് തങ്ങളുടെ ജീവിതങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. പാപത്തിൻ്റെ വേദനയും നരകത്തിൻ്റെ ഭയങ്കരതയും ശ്രോതാക്കൾക്ക് വൈറ്റ്ഫീൽഡ് പകർന്നു നൽകിയിരുന്നു. ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഹൃദയഹാരിയായ സന്ദേശങ്ങൾക്കൊടുവിൽ കണ്ണുനീർ തൂയിക്കൊണ്ട് അനേകർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നത് സ്ഥിരം കാഴ്ചയായിരുന്നു. ജോർജ് വൈറ്റ്ഫീൽഡ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സഭകളിൽ കൂടി വന്നിരുന്ന സമുന്നതരായ ജനത്തിന് ഇടയിൽ മാത്രമല്ല, സാധാരണക്കാരായ കൽക്കരി തൊഴിലാളികളുടെ ഇടയിലേക്കും സുവിശേഷ സന്ദേശവുമായി കടന്നുപോയ അനുഗ്രഹീതമായ ഒരു മാതൃക. സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലുള്ളവരെയും സുവിശേഷം കൊണ്ട് സന്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലതയും ആത്മീയ ദർശനവും എത്രയോ മാതൃകപരമാണ്. ഈ ചിന്ത ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഫിലേമോൻ എഴുതിയ ലേഖനം അതിൻ്റെ 11-12 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ ആയിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. ഈ അനുഗ്രഹീതമായ ഒരധ്യായം മാത്രമുള്ള ഈ കൊച്ചു ലേഖനം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തനിക്ക് പ്രിയനായ ഫിലോമോന് എഴുതുന്ന ലേഖനമാണ്. ഈ ലേഖനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നാം ഗ്രഹിക്കുമ്പോൾ, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരടിമ ഒനേസിമോസ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ഒരു യജമാനൻ്റെ കീഴിൽ നിന്നും ഓടിപ്പോന്ന ഒരടിമയായിരുന്നു എന്നും അങ്ങനെ ഓടിപ്പോരുവാനുള്ള കാരണങ്ങൾ അവ്യക്തമാണ് എങ്കിലും ചില സൂചനകൾ ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ നിന്നോടും വല്ലതും അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ, കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നുള്ള ആ വാക്കുകൾ ഒരുപക്ഷെങ്കിൽ യജമാനനെ വിട്ടുകൊടുവാനുള്ള എന്തെങ്കിലും തിക്താനുഭവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഒരുപക്ഷെങ്കിൽ തൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായ വീഴ്ചയായിരിക്കാം. എന്തായിരുന്നാലും കാരാഗ്രഹത്തിൽ അപ്പോസ്തലനായ പൗലോസ് പരിചയപ്പെട്ട ഒനേസിമോസ് എന്ന അടിമയെ യേശുക്രിസ്തുവിലേക്ക് തന്നെ നയിക്കുകയാണ്. ഉന്നതന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഇടയിൽ ഉന്നത ശ്രേണിയിലുള്ള അനേകരോട്, രാജാക്കന്മാരോടും ആയതുപോലെ തന്നെ ഗവർണർമാരോടും ഒക്കെ സുവിശേഷം പറയുന്ന അപ്പോസ്തലനായ പൗലോസ് തടവുകാരനായിരുന്ന ഒനേസിമോസ് എന്ന അടിമയെ ക്രിസ്തുവിലേക്ക് നയിക്കുകയാണ്. നമ്മൾ കുറച്ചു മുമ്പ് കേട്ട ചരിത്രം പോലെ ജോർജ് വൈറ്റ്ഫീൽഡ് സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലുള്ളവരോടും സുവിശേഷം പങ്കുവെക്കുവാൻ പ്രതിജ്ഞാബദ്ധൻ ആയിരുന്നു എന്നതുപോലെ ഒരുപക്ഷെ അദ്ദേഹത്തിനൊക്കെ ലഭിച്ച ആ അനുഗ്രഹീത അനുഭവത്തിൻ്റെ മാതൃക കർത്താവും അപ്പോസ്തലനായ പൗലോസും ഒക്കെ ആയിരിക്കാം. അനുഗ്രഹീതമായൊരു മാതൃക ഇവിടെ കാണുന്നു. ജയിലിൽ വെച്ച സുവിശേഷത്താൽ താൻ ആത്മീയ ജനനം നൽകിയ ഒനേസിമോസ് കുറേ നാൾ തനിക്ക് ശുശ്രൂഷ ചെയ്തു തടവറയിൽ. അതിനുശേഷം ഒരു കത്തെഴുതി അദ്ദേഹത്തെ ഫിലേമോൻ്റെ അടുക്കിലേക്ക് മടക്കി അയക്കുന്ന ചിത്രമാണ് നമ്മൾ വായിക്കുന്നത്. 11 വാക്യത്തിൽ നമ്മൾ കണ്ടത്, അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനം ഉള്ളവൻ തന്നെ. ഒനേസിമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രയോജനമുള്ളവൻ എന്നാണ്, പ്രൊഫിറ്റബിൾ എന്നാണ്, പ്രയോജനമുള്ളവൻ. പക്ഷെ അപ്പോസ്തലൻ പറയുന്നത് അവൻ്റെ സ്വന്തം പേരിനോട് പോലും നീതി പുലർത്തുവാൻ അവന് കഴിഞ്ഞിട്ടില്ല. പ്രയോജനമുള്ളവൻ എന്ന അർത്ഥമുള്ള ഒനേസിമോസ് എന്ന പേരിന് ഉടമയായവൻ. 11 വാക്യത്തിൽ പൗലോസ് പറയുന്നത് മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു. പേരിൻ്റെ അർത്ഥം പ്രയോജനമുള്ളവൻ എന്നാണ്. പക്ഷെങ്കിൽ അദ്ദേഹത്തിന് പ്രയോജനമുള്ളവനായി പ്രവർത്തിപ്പാൻ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞില്ല. പക്ഷെ തടവറയിൽ വെച്ച് യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലേമോനെ എഴുതി അറിയിക്കുന്ന, ഉറപ്പായി അറിയിക്കുന്നൊരു കാര്യം, ഇപ്പോൾ അവൻ എനിക്കും നിനക്കും ഒരുപോലെ പ്രയോജനമുള്ളവനാണ്. സ്തോത്രം. ഇപ്പം പ്രയോജനമില്ലാത്തവരെ പ്രയോജനമുള്ളവരാക്കി തീർക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവാണ്.
ലോകം എഴുതി തള്ളിയ എത്രയോ വ്യക്തിയെ, സമൂഹത്തിൽ എത്രയോ തകർന്ന വ്യക്തികളെ, കൊള്ളില്ലെന്ന് പറഞ്ഞ അനേകരെ ഉന്നതന്മാരാക്കി, പ്രയോജനമുള്ളവരാക്കി, ദർശനമുള്ളവരാക്കി, സമൂഹത്തിന് ഏറ്റവും അനുഗ്രഹീതരാക്കി തീർത്ത എത്രയോ ചരിത്രം നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിപ്രഭാവം, യേശുക്രിസ്തു രക്ഷിതാവും കർത്താവുമായി ഒരുവൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സമൂലമായ മാറ്റം, പ്രയോജനമില്ലാത്തവനെ പ്രയോജനമുള്ളവനാക്കി തീർക്കുന്ന കർത്താവിൻ്റെ രൂപാന്തരത്തിൻ്റെ പ്രക്രിയ എത്രയോ ശ്രേഷ്ഠമാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിൻ്റെ ജീവിതാനുഭവത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 13-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ആയിരുന്നു, എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. ഒരു കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദർശനം സ്വീകരിക്കുന്നതിന് മുമ്പ് ക്രിസ്തുവിനും ക്രിസ്തുവിൻ്റെ മാർഗത്തിനും സഭയ്ക്കുമെതിരെ വളരെ ശക്തിയോടെ ആഞ്ഞടിച്ച, ക്രിസ്തീയ സഭയെ പിഴുതെറിയുവാൻ പ്രതിജ്ഞാബദ്ധനായി ഓടി നടന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. പക്ഷേ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് കരുണ ലഭിച്ചു. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, പക്ഷേ ഇതൊക്കെ ഞാൻ അവിശ്വാസത്തിൽ ചെയ്തത്. അതിന് കാരണം എനിക്ക് കർത്താവിൻ്റെ കരുണ ലഭിച്ചു. തൻ്റെ ആത്മീയ ശുശ്രൂഷയും അങ്ങനെ തന്നെ അദ്ദേഹം കാണുന്നത്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൽ, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകുകയാൽ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിത രൂപാന്തരത്തിൻ്റെ ചരിത്രം പറയുമ്പോഴും കരുണ ലഭിച്ചു, ദൈവത്തിന് കരുണ ലഭിച്ചു. ആത്മീയ ശുശ്രൂഷയെക്കുറിച്ചും പറയുന്നത് കർത്താവിന് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകുകയാൽ. അപ്പം നാം നേടുന്നതൊക്കെ ദൈവത്തിൻ്റെ കരുണയില, കൃപയില, സ്നേഹത്തിൻ്റെ പ്രകടനമായി ദൈവം നമുക്ക് തരുന്ന മാറ്റങ്ങളും ശുശ്രൂഷകളും ഒക്കെ ദൈവം തന്നതാ. സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ മഹത്വം എത്ര വലുതാണ്. ദൈവം എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു, ലോകത്തിലെ ഏതൊരു വ്യക്തിയും സ്നേഹിക്കുന്നു, കരുതുന്നു. നമുക്ക് രൂപാന്തരത്തിൻ്റെ പ്രക്രിയ എത്ര വലുതാണ്. ആ അനുഭവം സ്വീകരിച്ച അപ്പോസ്തലനായ പൗലോസ്, ആ ക്രിസ്തു ദർശനം ഉൾക്കൊണ്ട പൗലോസ്, സമൂഹത്തിലെ ഏതൊരു വ്യക്തിയെയും കർത്താവിൽ ഒരു തികഞ്ഞവനാക്കുവാനുള്ള തൻ്റെ ബദ്ധശ്രദ്ധ, അതിനുവേണ്ടിയുള്ള തൻ്റെ ഭഗീരഥ പ്രയത്നം നമുക്ക് ലേഖനങ്ങളിലും അപ്പോസ്തല പ്രവൃത്തിയിലും കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ തടവുകാരനായ ഈ അടിമ, ഓടിപ്പോകുന്നവനായ അടിമയെ, പ്രയോജനമില്ലാത്തവനെ പ്രയോജനമുള്ളവനാക്കി തീർക്കുക. ചോദിച്ചറിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഫിലേമോൻ്റെ വീട്ടിൽ ദാസനായിരുന്നു. കുറേ നാൾ ജയിലിൽ തന്നോടൊപ്പമായിരുന്നു. ഒരു കത്തും കൊടുത്ത് തിഹിക്കോസിനോട് ഒപ്പം മടക്കി ഫിലേമോൻ്റെ അടുക്കിലേക്ക് അയക്കുമ്പോൾ കൊടുത്തു വിടുന്ന ഒരു ശുപാർശ കത്താണിത്. അപ്പം ഇവിടെ പ്രയോജനമില്ലാത്തവനെ നിനക്കും എനിക്കും ഇപ്പോൾ പ്രയോജനമുള്ളവനായി തീർന്നിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ സാക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ആത്മീയ രൂപാന്തരത്വമാണ് അവിടെ ഒന്നാമതായി താൻ അറിയിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒനേസിമസിനോടുള്ള ബന്ധത്തിൽ അവരുടെ ജീവിതത്തിന് വരുത്തിയ രൂപാന്തരത്തിൽ പൗലോസിനെ ദൈവം ഉപയോഗിച്ച രീതി നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം നമുക്ക് ഈ ലേഖനത്തിൽ ചിന്തിക്കാൻ കഴിയുന്നത് അതിൻ്റെ 16-ാം വാക്യമാണ്. അവൻ ഇനി ദാസനല്ല, ദാസന് മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും എത്ര അധികം. അപ്പോൾ ഈ ഒനേസിമോസിനെ തിരിച്ച് മടക്കി ഫിലേമോൻ്റെ വീട്ടിലേക്ക് അപ്പോസ്തലനായ പൗലോസ് അയക്കുമ്പോൾ, കത്തും കൊടുത്ത് അയക്കുമ്പോൾ, പണ്ട് കേവലം ഒരു അടിമ മാത്രമായിരുന്നു, ഇപ്പോൾ ക്രിസ്തുവിൽ ഒരു പുതു സൃഷ്ടിയാണ്. അതുകൊണ്ട് ഫിലേമോനോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇനി അവൻ ഒരിക്കലും നിന്റെ ദാസനല്ല, നീ അവനെ ദാസനായി കാണരുത്. അവൻ എനിക്ക് പ്രിയനായിരിക്കുന്നത് പോലെ നിനക്കും പ്രിയനാണ്, അതുകൊണ്ട് അവനെ സഹോദരൻ എന്ന് കാണണം. അപ്പോൾ രക്ഷിക്കപ്പെടുന്നൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാറ്റം അത് സത്യമായി തീരുമ്പോൾ നമ്മുടെ സമീപന രീതിക്കും മാറ്റം ഉണ്ടാകണം. നാം ലോകത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, ക്രിസ്തുവിൽ മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു, പലപ്പോഴും നമ്മുടെ മനോഭാവങ്ങൾക്കുണ്ടാകാത്ത മാറ്റം അത് പലപ്പോഴും മറ്റുള്ളവരെ ശരിയായ നിലയിൽ അംഗീകരിപ്പാനോ കാണാനോ ഒരുപക്ഷെങ്കിൽ ബഹുമാനിക്കാനോ നമുക്ക് കഴിയാതെ പോകുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലേമോനോട് പറയാണ്, ഇനി അവനെ ദാസനായി നീ കാണരുത്, അവൻ സഹോദരന. വല്ലവും കടംപെട്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പേര് കുറിച്ച് കൊടുക്കുക. സ്തോത്രം. നല്ല ശമരിയാക്കാരൻ വഴിവെക്കത്ത് കിടന്നവനെ രക്ഷ ചെയ്ത് 2 വെള്ളിക്കാശ് കൊടുത്ത ശേഷം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞതുപോലെ
ഈ അടിമയെ കർത്താവിലേക്ക് നയിച്ച് അവനെ ഫിലോമോൻ്റെ അടുക്കൽ മടക്കി അയക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അവൻ നിനക്ക് എന്തെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെൻ്റെ പേരെ കുറിച്ച് കൊള്ളുക, ഞാൻ തന്നുകൊള്ളുക. അപ്പം ശമരിയാക്കാരൻ്റെ ചരിത്രത്തിലും ഇവിടെ പൗലോസിൻ്റെ ചരിത്രത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ അനുഗ്രഹീതനാക്കി തീർക്കുവാൻ അവരെടുക്കുന്ന പെയിൻ, അവരെടുക്കുന്ന ആ സാക്രിഫിഷ്യൽ ആ മനോഭാവം, കർത്താവിന് വേണ്ടി ഒരുവനെ നേടിയെടുക്കുന്നതിൽ അവർ എടുക്കുന്ന അർപ്പണ മനോഭാവം, അതിനുവേണ്ടി ചെലവിടുവാൻ സഹിഷ്ണു മനോഭാവത്തോടെ ഒരുവനെ ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലേക്ക് ഉയർത്തി പണിതെടുക്കുന്നതിൽ ഏതു കഷ്ടവും ത്യാഗവും സഹിക്കുവാൻ അവരുടെ പ്രതിജ്ഞാബദ്ധത എത്ര അനുകരണീയമാണ്. കർത്താവ് കുഷ്ഠരോഗികളെയൊക്കെ സൗഖ്യമാക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ? സൗഖ്യമാക്കി കഴിയുമ്പോഴും കർത്താവ് അവരെ പറഞ്ഞയക്കുകയല്ല, പുരോഹിതനെ ചെന്ന് കണ്ട് അവിടുന്ന് സാക്ഷ്യപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗികൾക്ക് സൗഖ്യം മാത്രം പോരാ, പുരോഹിതൻ അവരെ പരിശോധിച്ച് കുഷ്ഠം മാറി എന്ന് നിജപ്പെടുത്തുമ്പോൾ മാത്രമേ സമൂഹം അവരെ ഉൾക്കൊള്ളുകയുള്ളൂ. അപ്പോൾ കർത്താവ് കുറേ പേരെ സൗഖ്യമാക്കി വിടുക മാത്രമല്ല, അവൻ്റെ വ്യക്തിത്വത്തെ പൂർണ്ണമായി സമൂഹം അംഗീകരിക്കണമെങ്കിൽ അവൻ ചെയ്യുന്ന നടപടിക്രമങ്ങളെപ്പോലും അവനെ ബോധ്യപ്പെടുത്തിയാണ് വിടുന്നത്. നിനക്ക് സൗഖ്യം വന്നു, നീ കുഷ്ഠരോഗിയല്ല, ഒരിക്കലും നീ കുഷ്ഠരോഗിയല്ല. പക്ഷെങ്കിൽ സമൂഹം നിന്നെ സ്വീകരിക്കണമെങ്കിൽ പുരോഹിതൻ നിന്നെ സാക്ഷ്യപ്പെടുത്തണം. ആ ഒരു വസ്തുത പറഞ്ഞാണ് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി വിടുമ്പോൾ. അപ്പോൾ ഒരുവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത, ഒരുവൻ്റെ ആത്മീയാനുഭവത്തിൻ്റെ പൂർണ്ണത, ഒരുവൻ്റെ ശുശ്രൂഷയുടെ മഹത്വത്തിൻ്റെ അനുഭവമൊക്കെ കർത്താവിൻ്റെ മുമ്പിൽ എത്ര പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ആ രീതിയിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മാനിക്കാനും അവൻ്റെ നല്ല അനുഭവത്തെ മാനിക്കാനും അതിലേക്ക് അവനെ കരം പിടിച്ചുയർത്താൻ കഴിയുന്നുണ്ടോ എന്ന് പകൽ ക്രിസ്തുവിൻ്റെ മനസ്സോടെ നമുക്ക് പ്രവർത്തിക്കാനും ഈ സമൂഹത്തിൽ അങ്ങനെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ.